ഇന്ന് മോർണിംഗ് ഡിവോഷനിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത്. ഇയ്യോബിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയും. ഇയ്യോബിനെക്കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാം വാക്യത്തിൽ യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന് മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. പ്രധാനപ്പെട്ട 4 ഗുണങ്ങളാണ് ഇയ്യോബിനെക്കുറിച്ച് അവിടെ ദൈവം പ്രസ്താവിക്കുന്നത്. 1, താൻ നേരുള്ളവനാണ്. 2, നിഷ്കളങ്കനാണ്. 3, ദൈവഭക്തനാണ്. 4, ദോഷം വിട്ട് അകലുന്നവനാണ്. അമ്മേ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ ദൃഷ്ടി വെക്കുന്ന പല മേഖലകളുണ്ടാകും. മനുഷ്യൻ ദൃഷ്ടി വെക്കാം. അസൂയയുടെ കണ്ണുകൾ കൊണ്ട് ഒരു പക്ഷേ ദൃഷ്ടി വെക്കാം. ദുഷ്ടതയുടെ മേഖലകൾ നമ്മളെ ഒരു പക്ഷേ നോക്കാം. എന്നാൽ അതിലെല്ലാം ശ്രേഷ്ഠമായി എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളെ കാണുന്നു, നമ്മളെ നോക്കുന്നു. എല്ലാ കണ്ണുകളുടെയും മീതെ, എല്ലാ നാമത്തിൻ്റെയും മീതെ ആയിരിക്കുന്ന യേശുവിൻ്റെ കണ്ണുകൾ, ആ കണ്ണുകൾ നമ്മളോട് കനിവുള്ള കണ്ണുകളാണ്, നമ്മളെ കാണുന്ന കണ്ണുകളാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കണ്ണുകളാണ്. ഇവിടെ ഇയ്യോബിനെ ശത്രു ദൃഷ്ടി വെച്ചത് സ്വർഗം കണ്ടു. അപ്പം നമ്മുടെ മേൽ വരുന്ന കണ്ണുകൾ അതെല്ലാം ദൈവത്തിനൊന്നും മറവായിരിക്കുന്നില്ല. ദൈവം അതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കണ്ണുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ, അത് നന്മയ്ക്കോ വിരോധവുമായിട്ടോ ഒക്കെ ദൃഷ്ടി വെച്ചോട്ടെ, പക്ഷേ അതിൻ്റെ എല്ലാം മീതെ മറ്റൊരു കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ യേശുപ്പച്ചൻ്റെ കണ്ണുകൾ. അതാണ് ഹാഗാർ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ ദൈവത്തിന്, തന്നെ കണ്ട ദൈവത്തിന്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് യഹോവ എൽ റോയി എന്ന് പേരിട്ടു. നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന ദൈവമുണ്ട്. ഇവിടെ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുക, അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, അവൻ ദോഷം വിട്ടൽ അകലുന്നവനാണ്, അവൻ ദൈവ ഭക്തനാണ്. സ്തോത്രം. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ഒന്നിനും മുടക്കം വരുത്തുന്നില്ലെന്നാണ്. ഈ തലമുറയിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ആയതിൻ്റെ നടുവിൽ ഭക്തിയോടെ, ഭക്തിക്കകത്തൊരു ശക്തിയുണ്ട്. സ്തോത്രം. ദൈവഭക്തിയോടെ നമുക്ക് മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവം സാക്ഷ്യപ്പെടുത്തിയ നിർമ്മലനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായ ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിലും ഒരു ശൂന്യത തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഈ മാസത്തെ നമ്മുടെ തീം ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവം എന്നുള്ളതാണല്ലോ. ഈ ദൈവഭക്തനായിരുന്ന, ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരുന്ന ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിലും ചില ശൂന്യതകൾ, അത് ദൈവം അറിയാതെയല്ല, അത് ദൈവം അനുവദിക്കാതെയല്ല. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും, നമ്മൾ ദോഷം വിട്ട് അകലുന്നവരായിരിക്കും. നമ്മൾ പറയും, കർത്താവേ ഞാൻ ഒരു പക്ഷേ ഒരു ദുഷ്ടതയുടെ വഴികളിലേക്ക് ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മല മനസാക്ഷിയിൽ സൂക്ഷിക്കുന്നല്ലോ, ഞാൻ നിൻ്റെ വചനപ്രകാരം നടക്കാൻ കൊതിക്കുന്നവനാണല്ലോ, അപ്പോൾ നിൻ്റെ സന്നിധി എനിക്ക് ഏറെ ഇഷ്ടമാണല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിഴലിച്ച് നിൽക്കുന്ന ചില ശൂന്യതകൾ, അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി നമ്മളെ തന്നെ ചിലപ്പോൾ അലട്ടും. അല്ലെങ്കിൽ ആ ശൂന്യതകളെ ഉയർത്തി കാണിച്ച് പിശാച് സംസാരിക്കാൻ ശ്രമിക്കും. പിശാച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകം 2 ഇടങ്ങളിൽ നിന്നായിരിക്കും. ദൈവവചനം നാം പഠിക്കുമ്പോൾ, ഒന്ന്, ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ശൂന്യതകളുടെ നടുവിൽ അവനെ വീണ്ടും ഡിപ്രസ്സാക്കാൻ, അവനെ വീണ്ടും താഴ്ത്തിക്കളയാൻ, അവൻ്റെ പ്രത്യാശയില്ലാത്തവനായി അവനെ ശേഷം മനുഷ്യനെ പോലെ എറിഞ്ഞു കളയാൻ പിശാച് ഉയർത്തിയ 2 മേഖലകൾ, 2 ഇടങ്ങൾ. ഒന്ന്, സുഹൃത്ത് വലയത്തിൽ നിന്നുമാണ്. 2, കുടുംബത്തിനകത്തു നിന്നുമാണ്. അപ്പം നാം ഏർപ്പെട്ട് നിൽക്കുന്ന സുഹൃത്ത് വലയങ്ങൾ, അത് ആത്മികരോ അനാത്മികരോ ആകട്ടെ, 2 നിന്നും ഉണ്ടാകാം. യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആത്മികർ തന്നെ വന്ന്
അവനെ പല ചോദ്യങ്ങൾ ചോദിച്ച് അവനെ വിഷമിപ്പിക്കുന്ന നിൻ്റെ കുറവാണ്, അല്ലെ നിൻ്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോബിൻ്റെ സ്നേഹിതരൊക്കെ വന്ന് പല നിലവാരങ്ങളിൽ എലീഫസ് ആകട്ടെ, ബിൽദാദ് ആകട്ടെ, സോഫർ ആകട്ടെ, ഈ യോബിൻ്റെ സ്നേഹിതന്മാരാണ്. ഇവരൊക്കെ ആത്മീകരാണ്. അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ വീണ്ടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ശൂന്യതകളോ ചില തകർച്ചകളോ, ഇതിൻ്റെ നടുവിൽ പിശാച് ഇങ്ങനെ നമ്മളോട്, നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തി അത് നമ്മളെ പതുക്കെ പ്രാർത്ഥനയിൽ നിന്നും ആരാധനയിൽ നിന്നും ഒക്കെ പുറകോട്ട് വലിച്ച് നമ്മളെ പിന്നെ ഒരു നിരാശയിലേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ നമ്മളെ തകർത്ത് കളയാൻ അത് പിശാചിൻ്റെ ഒരു ശ്രമമാണ്. ആ സമയത്ത് നമ്മുടെ സ്നേഹിതർ കൂടെ വന്നിട്ട് ചിലപ്പോൾ പറയും, എന്തിനാടാ ഈ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ വിശുദ്ധി, എന്തിനാണ് ഈ ആരാധന, ഞങ്ങൾക്ക് പ്രാർത്ഥനയില്ല, ഞങ്ങൾക്ക് ആരാധനയില്ല, ഞങ്ങൾക്ക് ദൈവവും ഇല്ല, ഞങ്ങൾക്ക് വിശുദ്ധിയില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നിനും കുറവില്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാം സക്സസ് ആണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ നിന്നുമൊക്കെ കേൾക്കേണ്ടി വരും. ഒരു പക്ഷേ മാക്സിമം ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവമക്കൾ അതിനെയൊക്കെ അങ്ങ് ഒഴിച്ചു വിടും, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ജയിച്ച് കയറാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ജയിക്കും. എന്നാൽ നമുക്കൊട്ടും താങ്ങാത്ത ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിനകത്തു നിന്നും ഉയർന്നു വരുന്ന പ്രതിസന്ധികൾ. നമ്മുടെ കുടുംബത്തിനകത്തു നിന്നും പ്രത്യേകം വിശ്വാസത്തിൽ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങിയവരാണെങ്കിൽ ആകപ്പാടെ ക്ഷീണിച്ചു പോകുന്നൊരവസരങ്ങളായിരിക്കും അത്. ഞാൻ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയതായതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പല അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്നേഹിതന്മാരുടെ ഭാഗത്തു നിന്നും ആത്മീകരായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നും അനാത്മികരുടെ ഭാഗത്തു നിന്നും പല ചോദ്യങ്ങൾ, പല ക്വസ്റ്റ്യനുകൾ, പല നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, പുറകോട്ട് വലിക്കുന്ന കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ് നമ്മളെയും അവരോടുകൂടെ കൂട്ടുകെട്ടാണ്, സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെയും വലിച്ചു കൊണ്ടുപോകാൻ ആ സാഹചര്യങ്ങളിൽ ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ, പിശാച് ഉപയോഗിക്കുന്ന മേഖലകൾ ഉണ്ട്. അങ്ങനെ പിശാച് ചില വ്യക്തികളെ ഉപയോഗിക്കും. ഇല്ല എങ്കിൽ പിശാച് വ്യക്തികളെ അല്ല എങ്കിൽ നമ്മുടെ അകത്ത് തന്നെ ചിന്തകളാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും നിരൂപണങ്ങളും കൊണ്ട് നമ്മളെ തകർത്ത് കളയാനായി ശ്രമിക്കും. അപ്പോൾ ഒന്ന്, സുഹൃത്ത് വലയങ്ങളിൽ നിന്നുണ്ടാകുന്നത്; രണ്ട്, നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉണ്ടാകുന്ന ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ. ഇതിങ്ങനെ കയറി വന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലോട്ട്, അല്ലെങ്കിൽ ഞാനിനി എന്തിനാ ഇനിയും പ്രാർത്ഥിക്കുന്നത്, എടുക്കുന്നത് എന്നൊക്കെയുള്ള, ഞാനിങ്ങനെ നടന്നിട്ട് എന്തായിരുന്നു പ്രയോജനം, എല്ലാം വ്യർത്ഥമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ തളർത്തിക്കളയാൻ ശ്രമിക്കും. മൂന്നാമതായി ഉയരുന്നതാണ് സ്വഭവനത്തിൽ നിന്നും ഉയർന്നു വരുന്ന ക്വസ്റ്റ്യനുകൾ. ഇവിടെ യോബിൻ്റെ ജീവിതത്തിൽ യോബിൻ്റെ കൂടെ തൂണായി നിൽക്കേണ്ട തക്ക തുണ, ഏത് പ്രതിസന്ധിയിലും തൂണായി നിൽക്കേണ്ടതാണ്. അവൾ വന്നിട്ട് പറയുക, ഈ ഭക്തി മുറുകെ പിടിച്ച് എന്തിനാടോ താനിരിക്കുന്നത്, ദൈവത്തെ തള്ളിപ്പറ, ഉപേക്ഷിക്കും. ഈ ഒരു ജീവിതത്തിൻ്റെ ഏതോ ഒരു ശൂന്യതകൾ, ഏതോ ഒരു വിഷമം, തകർച്ചയുടെ അനുഭവങ്ങളിൽ കൂടെ നിൽക്കേണ്ടവർ പോലും ഇങ്ങനെ വാക്ക് പറയുമ്പോൾ ആകെ തകർന്നു പോകാം, ആകെ ക്ഷീണിച്ചു പോകാം. താനിപ്പോൾ വലിയൊരു ശൂന്യതയ്ക്കകത്താണ് യോബ് നിൽക്കുന്നത്. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. നമ്മൾ 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. യോബിന് സകലവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് യോബ് വന്ന് നിൽക്കുന്നത്. സകലവും നഷ്ടപ്പെട്ടു പോയ ഒരു ശൂന്യമായ പടകുമായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആത്മീകമായി പറയാം. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ 3 മേഖലകൾ തൻ്റെ ജീവിതത്തിൽ പൊങ്ങി വന്നു എങ്കിലും യോബ് ഇതിൻ്റെ നടുവിൽ പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്, ഒരു വാക്കുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ ശരണപ്പെടുന്നത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ
19 അധ്യായം 25 വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ശൂന്യതകളാണിപ്പോൾ, ഈ ചോദ്യങ്ങൾ എൻ്റെ നടുവിലുണ്ട്. ഒരു സൈഡിൽ എൻ്റെ സ്നേഹിതന്മാർ തരുന്ന സമ്മർദ്ദം, മറു സൈഡിൽ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളത്, മറ്റേ സൈഡിൽ എൻ്റെ അകത്തുനിന്ന് തന്നെ ഉയരുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന ചിന്തകൾ പലതുമുണ്ട്. നിരൂപണങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലെല്ലാം ഒരു ആൻസർ, അല്ലെങ്കിൽ ഒറ്റ ഒരു ഉത്തരത്തിലൂടെ, അല്ലെങ്കിൽ ഒറ്റ ഒരു ഫെയ്ത്ത് പ്രൊക്ലമേഷൻ എന്ന് ഞാൻ പറയുന്നു. തൻ്റെ ഒറ്റ ഫെയ്ത്ത് പ്രൊക്ലമേഷനിലൂടെ ബാക്കി എല്ലാത്തിനെയും താൻ ഖണ്ഡിച്ച് കളയുകയാണ്. അത് 19 അധ്യായം 25 വാക്യത്തിലാണ് ഇയ്യോബ് ഇങ്ങനെ പറയുന്നു: മൈ റെഡീമർ ഹീസ് ലീവ്സ്. അതായത് എൻ്റെ ശൂന്യതകളെ നിറയ്ക്കാൻ കഴിയുന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ, മൈ റെഡീമർ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടെടുക്കാൻ, എനിക്കെന്ത് നഷ്ടപ്പെട്ടോ, എനിക്കെന്ത് തകർച്ച വന്നോ, എനിക്കെന്ത് ശൂന്യതയാണോ, ഞാൻ എന്ത് നിരാശയിലാണോ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ എന്ത് നെഗറ്റീവാണോ, ഞാൻ ഒരു കാര്യം അറിയുന്നു, പ്രിയ സ്നേഹിതരെ, ഭാര്യയായിരിക്കുന്ന വ്യക്തിജീവിതം, സ്വത്ര ഈ സാഹചര്യങ്ങളോടെല്ലാം നോക്കി ഇയ്യോബ് വിളിച്ചു പറയുന്ന ഒരു ഫെയ്ത്ത് പ്രൊക്ലമേഷൻ: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അതായത് എന്നെ വീണ്ടെടുക്കാൻ ഞാനിപ്പോൾ താഴ്ചയിലേക്കാണ് പോകുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഒരു ശൂന്യതയ്ക്കകത്താണെങ്കിൽ, ഞാനിപ്പോൾ ഒന്നുമില്ല എങ്കിലും സ്വത്രം എന്നെ വീണ്ടെടുക്കാൻ കഴിയുന്നവൻ. സ്വത്രം നമ്മളുടെ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുക, അല്ലെങ്കിൽ നിത്യത എന്നൊരു ദർശനവും കൂടെ ഇവിടെ ഉണ്ട് ഈ വാക്യത്തിൽ. അപ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഇന്നെന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ ഒരു ശൂന്യതയുടെ പടകുപോലെ ആയിരിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം എതിരാണ്, വ്യക്തി ജീവിതങ്ങൾ വന്ന് നെഗറ്റീവാണ് പറയുന്നത്, കുടുംബത്തിൽ നിന്നും നെഗറ്റീവാണ് കേൾക്കുന്നത്, നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് ശബ്ദങ്ങളാണ് കേൾക്കുന്നതെങ്കിലും അതിൻ്റെ നടുവിൽ ഒറ്റ ഫെയ്ത്ത് പ്രൊക്ലമേഷനിലൂടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയും. ഇയ്യോബ് വിളിച്ചു പറയുകയാണ്: എൻ്റെ ശൂന്യതയെ നിറയ്ക്കുന്നവൻ, സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ, മൈ റെഡീമർ ഹൂ ഹീസ് ലീവ്സ്. എനിക്ക് എന്നെ റെഡീം ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരു ആത്മീക അർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്നവൻ, എന്നെ വീണ്ടെടുക്കാൻ കഴിയുന്നവൻ, തുള്ളനും വിട്ടിലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കിത്തരാൻ കഴിയുന്നവൻ, ഹീസ് ലീവ്സ്, അവൻ ജീവിക്കുന്നു. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ചില ശൂന്യതകൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ, തലമുറയുടെ മേഖലയിലാകാം, ജോലി മേഖലയിലാകാം, സാമ്പത്തിക തലങ്ങളിലാകാം, ആത്മീക തലങ്ങളിലാകാം, ഫൈനാൻസ് മേഖലയിലാകാം, ഏതുമാകട്ടെ. ഇന്ന് വിളിച്ചു പറ: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റു വരും. ഞാൻ ഇപ്പോൾ താഴ്ചയിലാണെങ്കിലും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ ഞാൻ താഴുകയാണ്, അവൻ എന്നെ ഉയർത്തും. എത്ര പേർ ഈ പകൽ പറയുവാൻ കഴിയും: മൈ റെഡീമർ ഹീസ് ലീവ്സ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ ജീവിക്കുന്നു. സ്തോത്രം. ഈ പകലിൽ കർത്താവ് ഈ വചനത്താൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവൻ ജീവിക്കുന്നു. ഈ ഫെയ്ത്ത് പറഞ്ഞ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 42 അധ്യായത്തിൽ ഇയ്യോബിനെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി അവന് പകരം കൊടുത്തു. അവൻ്റെ നിറഞ്ഞ ഒഴിഞ്ഞ പടകായിരുന്നു, ഒഴിഞ്ഞ കൈകളും ഒഴിഞ്ഞ പടകും. ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ഒഴിഞ്ഞ വലയും ഒഴിഞ്ഞ പടകും എന്നതുപോലെ സ്തോത്രം, എവിടെയൊക്കെയോ ഈ യോബിൻ്റെ ജീവിതത്തിലും ഒഴിഞ്ഞ പടകും ഒഴിഞ്ഞ വലയും എന്നതുപോലെ താൻ ശൂന്യമായി തീർന്നു. എന്നാൽ അവിടെയും ദൈവത്തെ താൻ മുറുകെ പിടിച്ചതുകൊണ്ട്, എൻ്റെ റെഡീമർ ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് പല ചോദ്യങ്ങളുടെയും നടുവിൽ താൻ ഉറച്ച് ഫെയ്ത്ത് മുറുകെ പിടിച്ച്, ആ പ്രത്യാശ മുറുകെ പിടിച്ച് താൻ മുൻപോട്ട് ചുവട് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ താൻ തൻ്റെ നാവിലൂടെ ഫെയ്ത്ത് പ്രൊക്ലെയിം ചെയ്തതുകൊണ്ട് സ്തോത്രം, ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി മറിഞ്ഞു. എന്ത് നഷ്ടമായോ അതെല്ലാം ഡബിളായിട്ട്. ഇപ്പം നോക്കിയേ, ശൂന്യമായ പടക്, ശൂന്യമായ യോബ് ഇപ്പോൾ സ്തോത്രം 10 മടങ്ങ്
ബ്ലെസ്ഡായി തീരാനിടയായി തീർന്നു. 10 മടങ്ങ് നിറവ് ആ പടകിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചു പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒന്നും കൂടെ പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. മൈ റെഡീമർ ഹു ഹീസ് ലിവ്സ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ. ആമേൻ, ആമേൻ. സത്യവാനും വിശുദ്ധനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കാൻ കഴിയത്തില്ല. മൈ റിഡീമർ ഹീസ് ലീവ്സ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നതിനാൽ നന്ദി. ഞങ്ങളുടെ ശൂന്യതകളെ വലിയ നിറവാക്കുന്നവൻ ഇയ്യോബ് എന്ന ഭക്തൻ്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, ആമേൻ, കടന്നു വന്ന ചില ശൂന്യതകൾ, അതിൻ്റെ നടുവിലും താൻ ആമേൻ ഉറപ്പോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നിന്നപ്പോൾ ആമേൻ ദൈവം അവൻ്റെ ശൂന്യതകളെ എല്ലാം വലിയ നിറവുകളാക്കി ആമേൻ മാറ്റിയതുപോലെ ഇന്ന് ഞങ്ങൾ ദൈവഭക്തരാണ്. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ തന്നെ ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില നോവുകൾ, ചില അവസ്ഥകൾ, ചില ശൂന്യതകൾ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. പല ചോദ്യങ്ങളായതിനോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും ഞങ്ങൾ പതറാതെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഞങ്ങളെ നിറയ്ക്കുന്ന ആ നിറവേ, അങ്ങയുടെ ആ നിറവ് ഞങ്ങളുടെ പടകിൽ ഞങ്ങളെ നിന്ദിച്ചവർ കാണുക വെളിപ്പെട്ടു വരുന്നത് ഓർത്ത് സ്തോത്രം. നിൻ്റെ ജനത്തെ ഈ വചനത്താൽ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Thank you. God bless you all. Have a nice day. Bye.